2025 ഏപ്രിൽ 30 ബുധനാഴ്ചയിലെ സിറാജ് എഡിറ്റോറിയൽ. റഷ്യ ഉക്രൈൻ യുദ്ധവിരാമം സാധ്യമാണ്. മെയ് 8 മുതൽ 10 വരെ സമ്പൂർണ്ണ വെടിനിർത്തലിന് റഷ്യ തയ്യാറായി എന്നത് ഉക്രൈൻ അധിനിവേശത്തിന് അറുതിയാകുമെന്ന പ്രതീക്ഷ പകരുന്ന വാർത്തയാണ്. 3 ദിവസത്തേക്കാണെങ്കിലും ഈ യുദ്ധവിരാമത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. അമേരിക്കയുടെ മുൻകൈയിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകളുമായി ചേർത്ത് വായിക്കുമ്പോഴാണ് റഷ്യയുടെ ഏകപക്ഷീയമായ വെടിനിർത്തൽ പ്രഖ്യാപനം നല്ല ഭാവിയിലേക്കുള്ള ചൂണ്ടുവിരലാകുന്നത്. നാസി ജർമ്മനിക്കെതിരെ റഷ്യ നേടിയ വിജയത്തിന്റെ അനുസ്മരണ ദിനങ്ങളുടെ ഭാഗമായാണ് ഈ വെടിനിർത്തലെന്ന് റഷ്യൻ അധികൃതർ വിശദീകരിക്കുന്നു. മെയ് 8 അർദ്ധരാത്രി വെടിനിർത്തൽ ആരംഭിച്ച് മെയ് 10 വരെ നീണ്ടു നിൽക്കും. 9 വിജയദിനമായി ആചരിക്കുന്നതിനാൽ മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ സൈനിക നീക്കം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തരവിടുകയായിരുന്നുവത്രേ. ഈ മാസം 19-നും 20-നും ഇടയിൽ 30 മണിക്കൂർ ഈസ്റ്റർ വെടിനിർത്തലിന് നേരത്തെ റഷ്യ തയ്യാറായിരുന്നു. ഈ വെടിനിർത്തൽ ഇരുപക്ഷവും അംഗീകരിച്ചെങ്കിലും പ്രാവർത്തികമാക്കാനായില്ലെന്നാണ് അനുഭവം. വെടിനിർത്തൽ ലംഘനത്തിൽ ഇരുപക്ഷവും പരസ്പരം കുറ്റപ്പെടുത്തുന്ന സ്ഥിതിയുണ്ടാവുകയും ചെയ്തു. ഇത്തവണ വെടിനിർത്തലിനോട് ഉക്രൈൻ അനുകൂലമായി പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ക്രെംലിൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. റഷ്യ യഥാർത്ഥത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തങ്ങളും അതേ നിലയിൽ പ്രതികരിക്കുമെന്നാണ് ഉക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയുടെ മറുപടി. നീണ്ടു നിൽക്കുന്നതും പാലിക്കപ്പെടുന്നതുമായ സമ്പൂർണ്ണ വെടിനിർത്തലിന് ഉക്രൈൻ ഒരുക്കമാണ്. അതിന് മെയ് 8 വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ വേണമെങ്കിലും ആകാം. വെടിനിർത്തൽ പൊള്ളയായ വാഗ്ദാനമായി അധപ്പതിക്കരുതെന്നും ഉക്രൈൻ മന്ത്രി പറയുന്നു. മുന്നനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഇപ്പറഞ്ഞതിൽ കഴമ്പുണ്ട്. വിജയദിനത്തിന്റെ പശ്ചാത്തലമൊക്കെ പുറമേ പറയുന്നതാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തിലാണ് പുടിന്റെ പുതിയ വെടിനിർത്തൽ പ്രഖ്യാപനമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ വന്ന പ്രസിഡന്റാണ് താനെന്ന് വീമ്പ് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ട്രംപിന് ഉക്രൈൻ റഷ്യ സംഘർഷം ബാലികേറാമലയാണെന്ന് പ്രസിഡന്റ് പദത്തിലേറി 100 ദിനം തികയുമ്പോൾ ബോധ്യപ്പെട്ടു കാണും. 24 മണിക്കൂറിനകം പ്രശ്നം പരിഹരിക്കുമെന്നായിരുന്നു ട്രംപ് അന്ന് പറഞ്ഞത്. അമേരിക്കയുടെ നേതൃത്വത്തിൽ നിലനിൽക്കുന്ന നാറ്റോയുടെയും സ്വാഭാവിക സഖ്യശക്തികളായ യൂറോപ്യൻ രാജ്യങ്ങളുടെയും പിന്തുണയിൽ പിടിച്ചു നിൽക്കുന്ന ഉക്രൈനെ കൈയൊഴിയുകയും റഷ്യയുടെ ഇംഗിതത്തിന് വഴങ്ങുകയും ചെയ്യുകയെന്ന ലളിത യുക്തിയാണ് ട്രംപിനുണ്ടായിരുന്നത്. നാറ്റോയിൽ നിന്ന് പിൻവാങ്ങിയും യൂറോപ്യൻ യൂണിയനുമായി ഇടഞ്ഞും വിചിത്രമായ ചുവടുവെപ്പുകളിലേക്ക് നീങ്ങിയ ട്രംപ് കരുതിയത് ഉക്രൈനുമേൽ സമ്മർദ്ദം ചെലുത്തി യുദ്ധം അവസാനിപ്പിക്കാമെന്നായിരുന്നു. വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ അപമാനിച്ചതും ഭീഷണിപ്പെടുത്തിയതും ഈ ലക്ഷ്യത്തിലായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരമായി നിർണായകമായ ധാതുഖനന കരാറിന് യുക്രൈൻ വഴങ്ങണമെന്ന തിട്ടൂരവും ട്രംപ് ഇറക്കി. ആദ്യം ചെറുത്തുനിന്നെങ്കിലും മറ്റു വഴികളില്ലാതെ ധാതുകരാറിന് സെലൻസ്കി സമ്മതം മൂളി. പക്ഷേ ക്രീമിയ അടക്കം റഷ്യ പിടിച്ചടക്കിയ പ്രദേശങ്ങളിലുള്ള അവകാശം ഉക്രൈൻ എന്നേക്കുമായി അടിയറവ് വെക്കണമെന്ന നിർദ്ദേശത്തിൽ തട്ടി ചർച്ചകൾ വഴിമുട്ടി. അത് നടക്കില്ലെന്ന് ഉക്രൈൻ ശക്തമായ നിലപാടെടുത്തു. വഴങ്ങേണ്ടെന്ന സന്ദേശം EU നൽകുകയും ചെയ്തു. ക്രീമിയ, ഡൊണറ്റ്സ്ക്, ലുഹാൻസ്ക്, സ്പോർഷ്യ എന്നിവയുടെ ഭാഗമായി പ്രഖ്യാപിക്കാതെ ഒരു ചർച്ചയുമില്ലെന്ന നിലപാടിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉറച്ചുനിന്നു. ഉക്രൈന് നാറ്റോ അംഗത്വം നൽകരുത്, പാശ്ചാത്യ ആയുധ സഹായം നിർത്തണം തുടങ്ങിയ ഡിമാൻഡുകളും പുടിൻ മുന്നോട്ട് വെച്ചു. ഇതോടെ അത്ര എളുപ്പമുള്ള ദൗത്യത്തിലല്ല താൻ ഏർപ്പെട്ടതെന്ന കാര്യം ട്രംപിന് ബോധ്യപ്പെട്ടു. ഒരിക്കലുമില്ലാത്ത വിധം റഷ്യൻ ആക്രമണം രൂക്ഷമാകുന്നതാണ് പിന്നീട് കണ്ടത്. ഇതോടെ ട്രംപ് അസ്വസ്ഥനായി. ഒരു ചർച്ചയ്ക്കും ഇനിയില്ലെന്ന കടുത്ത നിലപാടിലേക്ക് പ്രസിഡന്റ് നീങ്ങേണ്ടി വരുമെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റുബിയോ ഭീഷണി മുഴക്കി. ഇതോടെയാണ് 3 ദിന വെടിനിർത്തലിന് പുടിൻ തയ്യാറായതെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഇത് ശരിയായ സൂചനയാണ്. യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്.
അവസാനിപ്പിക്കാനാണ് പാട്. ഏറ്റുമുട്ടൽ വിനാശകരമാണെന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടാകില്ല. ഉക്രൈനെ മണിക്കൂറുകൾ കൊണ്ട് തകർത്ത് തരിപ്പണമാക്കാമെന്ന് കരുതിയ പുടിനും നാറ്റോ പാശ്ചാത്യ പിന്തുണ നിരുപാധികം വന്നുകൊണ്ടിരിക്കുമെന്ന് ധരിച്ച സെലൻസ്കിയും നിരാശയിലാണിപ്പോൾ. യുദ്ധവിരാമം ഇരുപക്ഷവും തേടുന്നു. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെങ്കിൽ സമാധാനം സാധ്യമാകുമെന്ന സാഹചര്യമുണ്ടെന്ന് ചുരുക്കം. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കൂടുതൽ വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധമാകേണ്ടത് റഷ്യ തന്നെയാണ്. കാരണം റഷ്യയാണ് അധിനിവേശ രാഷ്ട്രം. എന്തൊക്കെ കാരണങ്ങളുണ്ടെങ്കിലും അതിർത്തികൾ അപ്രസക്തമാക്കി കടന്നുകയറാൻ ആർക്കും അധികാരമില്ല. ദേശരാഷ്ട്രങ്ങളുടെ നിലനിൽപ്പ് അതിർത്തികൾ മാനിക്കുന്നതിലാണ്. അതുകൊണ്ട് പിടിച്ചടക്കിയ പ്രദേശങ്ങളുടെ കാര്യത്തിൽ റഷ്യയെ വീണ്ടുവിചാരത്തിന് പ്രേരിപ്പിക്കാതെ ഉത്തരവിട്ടും ഭീഷണിപ്പെടുത്തിയും യുദ്ധം നിർത്തിക്കാനാണ് ട്രംപിന്റെ പുറപ്പാടെങ്കിൽ അത് വൃഥാവിലാകുകയുള്ളൂ. റഷ്യക്കെതിരായ നിഴൽ യുദ്ധത്തിന് ഉക്രൈൻ മണ്ണ് ഉപയോഗിക്കുകയെന്ന തീക്കളി പാശ്ചാത്യർ ഉപേക്ഷിക്കണം. വെടിനിർത്തൽ ദിനങ്ങൾക്ക് തുടർച്ചയുണ്ടാക്കാനുള്ള ചർച്ചകൾ ഊർജിതമാകുമെന്ന് പ്രതീക്ഷിക്കാം.